അപ്പോൾ തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് RSSൻ്റെ ഒരു അജണ്ട ഉണ്ടായിരുന്നു. കാരണം 40കളിൽ ഇവിടെ ഈ ചാരപ്പുറത്ത് ബബ്ലിശ്ശേരി വളപ്പിലാണ് ഗോൾവാൾക്കറുടെ നിർദ്ദേശമനുസരിച്ച് ആദ്യത്തെ ശാഖ തുടങ്ങുന്നത്. കേരളത്തിലെ ആദ്യത്തെ ശാഖ തുടങ്ങുന്നത്. ശാഖ തുടങ്ങുമ്പോൾ 9 ആളാണ്. 2 വർഷം ശാഖ നടത്തിയിട്ട് എന്താണ് ആ 9 ആളാണ്. ആ 9 ആളിൽ പുറത്തൊരാളും ശാഖയെ കിട്ടിയില്ല, RSSലേക്ക് വന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് ദക്ഷിണേന്ത്യയിലെ മുഴുവൻ പ്രചാരക്കുമാരെയും കോഴിക്കോട്ട് കേന്ദ്രീകരിപ്പിച്ച് കോഴിക്കോട്ട് ഗോൾവാൾക്കർ നേതൃത്വം കൊടുത്ത RSSൻ്റെ OTC ക്യാമ്പ് നടക്കുന്നത്. ആ OTC ക്യാമ്പിലാണ് ഗോൾവാൾക്കർ ഒരു കാര്യം പറയുന്നത്, എന്ത്, കേരളത്തിൽ ഹിന്ദുക്കളെ എളുപ്പം കിട്ടില്ല. കാരണം എന്താണ്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇവിടെ തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളിൽ അണിനിരന്നിരിക്കുക. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സ്വാധീനം, അതേപോലെ തന്നെ എന്താണ്, മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ ഒന്നിച്ച് എന്താണ് കോൺഗ്രസ്സിലാണ്. അപ്പോൾ എളുപ്പം എന്ത് കിട്ടില്ല, ഇവിടെ ഒരു ഹിന്ദു ധ്രുവീകരണം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ RSSൻ്റെ കൂടെ ഹിന്ദുക്കളെ കിട്ടില്ല. അങ്ങനെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഹിന്ദു മുസ്ലിം വൈരുദ്ധ്യം ഉണ്ടാക്കണം, ശത്രുതയുണ്ടാക്കണം, സംഘർഷങ്ങൾ ഉണ്ടാക്കണം. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട്ട് ഇവിടെ ഈ ഹൽവ ബസാറിൽ ആ പള്ളിക്ക് മുമ്പിൽ ഇവർ 54 അവിടെ ചെയ്ത് ആദ്യം പരീക്ഷിച്ചത് ഈ ഹൽവ ബസാറില ബഹളം ഉണ്ടാക്കിയത്. പക്ഷേ അന്ന് പള്ളിയിൽ നിസ്കരിക്കാനെത്തിയ മുസ്ലിം മതവിശ്വാസികൾ വളരെ സംയമനപൂർവ്വം പെരുമാറി. അവരൊരു സംഘർഷത്തിന് തയ്യാറായില്ല. അപ്പോൾ അതും എന്താണ്, പരാജയപ്പെടുകയാണ് RSSൻ്റെ ആധിപത്യം.